अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ। അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വയസ്സായ മനുഷ്യൻ നടക്കുന്നത് കണ്ടു. രണ്ട് ആൺമക്കൾ അദ്ദേഹത്തിനെ അപ്പുറത്തും നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ താങ്ങി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ പറ്റി അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിവ് കിട്ടി, അയാൾ നടന്ന് കാൽനടയായി കഅബയിലേക്ക് പൊക്കോളാം എന്ന് നേർച്ച നേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശപഥം ചെയ്തിട്ടുണ്ട്, പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് ഈ വയസ്സനായ മനുഷ്യൻ സ്വയം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത് ഇഷ്ടമല്ല, അതിൻ്റെ ഒരാവശ്യവും ഇല്ല. എന്നിട്ട് ഉത്തരവ് കൊടുത്തു മൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്നാൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബ് ചാനലുമായിട്ട് ഒരു പയ്യൻ പോയിണ്ടായിരുന്നു, പാകിസ്ഥാനിലെത്തിയപ്പോൾ അവിടെ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ലാഹുവാലും അതൊക്കെ ഇതിൽ ബാധകമാണോ എന്ന് ചോദിച്ചാൽ, ഇതിൽ വയ്യാത്ത മനുഷ്യനാണ് ശരീരത്തിനെ ശിക്ഷിക്കുന്നതാണ്, കഴിവുള്ളവർക്ക് അത് ചെയ്യാം എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ട് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. ചെയ്യാം, കാരണം ഈ ഹദീസ് പറയുന്നത് വയസ്സായ ഒരു മനുഷ്യനാണ്, അയാളെ കൊണ്ട് അതിനുള്ള കഴിവില്ല, രണ്ട് മക്കളെയും ബുദ്ധിമുട്ടിക്കുകയാണ്, മൃഗത്തിൻ്റെ പുറത്ത് പോയാൽ മതി. പിന്നെ ഇങ്ങനെയുള്ള സത്യം ചെയ്യൽ അല്ലെങ്കിൽ ശബദങ്ങളൊക്കെ പൊട്ടിച്ചാൽ അല്ലെങ്കിൽ പാലിക്കാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, അതിന് കഫാറ ഉള്ളതായിട്ട് എവിടെയും പറയുന്നില്ല. عن أنس رضي الله عنه أن النبي صلى الله عليه وسلم رأى شيخا يهادي بين ابنيه قال ما بال هذا قالوا نذر أن يمشي قال إن الله عن تعذيب هذا نفسه لغني أمره أن يركب. ഉഖ്ബ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ പെങ്ങൾ സത്യം ചെയ്തു അല്ലെങ്കിൽ ശപഥം ചെയ്തു കാൽനടയായി കഅബയിലേക്ക് പൊക്കോളാമെന്ന്. അപ്പോൾ അന്നുള്ളവർക്ക് പൊതുവെ വിവരമുണ്ട്, അവരപ്പം തന്നെ റസൂലിനോട് പോയി ഇങ്ങനെയുള്ളതൊക്കെ ചോദിക്കുമായിരുന്നു. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് വാ, അതിൻ്റെ വിധി എന്താണ് എന്നറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾക്ക് നടന്നോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പുറത്തോ യാത്ര ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ്, ചെറുപ്പക്കാരിയായിരിക്കും, അവർക്ക് കുഴപ്പമൊന്നുമില്ല, നടന്നു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന്, ബുദ്ധിമുട്ടില്ല. പക്ഷേ വയസ്സായതിന് മുമ്പത്തെ ആളോട് നടക്കരുത് എന്ന് തീർത്ത് പറഞ്ഞു, സ്വയം ബുദ്ധിമുട്ടിക്കുകയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് നടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതിന് കഴിവുള്ള ആരോഗ്യമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ നിയ്യത്ത് ചെയ്തു എന്ന് വിചാരിച്ച് ആ ശപഥം പാലിക്കാതിരിക്കുന്നതുകൊണ്ട് അതിന് കഫാറ അല്ലെങ്കിൽ പ്രായശ്ചിത്തം ഇല്ല, എവിടെ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. ഉഖ്ബത ബിൻ ആമിറിൻ ഖാല നദറതു ഉഖ്തി അൻ തംശിയ ഇലാ ബൈത്തില്ലാഹി വ അമറത്നി അൻ അസ്തഫ്തിയ ലഹാ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഫ്തൈതു അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിതംശി വലിതർകബ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഈ അധ്യായം കഴിഞ്ഞു. മുഹ്രിം അല്ലെങ്കിൽ ഇഹ്റാമിലുള്ള ഒരാൾ വേട്ടയാടിയാൽ ഉള്ള പ്രായശ്ചിത്തത്തിനെ പറ്റിയിട്ടാണ്. അങ്ങനെയാണ് തുടങ്ങിയതും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇഹ്റാമിലിരിക്കുന്ന ആൾക്ക് വേട്ടയാടാൻ പാടില്ല എന്നും, മറ്റൊരാൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അതായത് ഇഹ്റാമിൽ അല്ലാത്ത ഒരാൾ വേട്ടയാടിയാൽ അയാളെ ഒരു രീതിയിലും സഹായിക്കാൻ പാടില്ല, വളരെ നിസ്സാരമായ ഒരു നോട്ടം കൊണ്ടോ കണ്ണുകൊണ്ടുള്ള ആംഗ്യം കൊണ്ടോ ഒരു രീതിയിലും സഹായിക്കാൻ പാടില്ല എന്നും നമ്മൾ കണ്ടു. പക്ഷേ മുഹ്രിം അല്ലാത്ത ഒരാൾ വേട്ടയാടി പിടിച്ച മൃഗത്തിനെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇഹ്റാമിലുള്ള ആൾക്ക്, അതും നമ്മൾ കണ്ടു. ഇഹ്റാമിലുള്ളവരെല്ലാവരും ഒരു മൃഗത്തിനെ കണ്ടു അല്ലെങ്കിൽ കാട്ടുകഴുതയെ കണ്ടു, അതിനെ കണ്ടപ്പോൾ അവർ ചിരിച്ചു. ഇഹ്റാമിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് നോക്കി എന്നതാ ചിരിക്കുന്നതെന്ന് നോക്കി അവർക്ക് കാര്യം മനസ്സിലായി കണ്ടപ്പോൾ അത് അതിനെ പിടിച്ചുകൊണ്ട് വന്നു. അത് തിന്നൽ അനുവദനീയമാണ്. ഇഹ്റാമിലുള്ള ഒരു രീതിയിലും ഇഹ്റാമിലില്ലാത്ത ആളെ വേട്ടയാടാൻ സഹായിക്കരുത്. ഇഹ്റാമിലുള്ള ആൾ ഇഹ്റാമിലില്ലാത്ത ആളെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു രീതിയിലും അവിടെ ഒരു മൃഗം നിൽക്കുന്നുണ്ട് കണ്ടോ പോയി പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒരു ആംഗ്യം പോലും കാണിക്കാൻ പാടില്ല. കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവനുള്ള ഒരു കാട്ടുകഴുതയെ ആരോ ഒരാൾ സമ്മാനമായി കൊടുത്തു. റസൂൽ ഇഹ്റാമിലായിരുന്നു, അതിനെ അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇതിനെ സ്വീകരിച്ചില്ല. ആൾക്ക് വളരെ ബുദ്ധിമുട്ടായി, സങ്കടം തോന്നി, മുഖത്തെന്തോ ലക്ഷണം കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, പേടിക്കണ്ട, ഞാനിത് സ്വീകരിക്കാത്തത് ഞാൻ മുഹ്രിം ആയതുകൊണ്ടാണ്, അല്ലാതെ ഒന്നും അല്ല എന്ന് അയാൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. മുഹ്രിമായ ആൾക്ക് എന്തിനെയൊക്കെ കൊല്ലാം, വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാൽ 100% വേട്ടയാടാൻ പാടില്ല എന്നല്ല, എന്തിനെയൊക്കെ കൊല്ലാൻ പറ്റും എന്നുള്ളതിന് വേറൊരു ലിസ്റ്റ് ഉണ്ട്. അതായത് കാക്ക, പരുന്ത്, തേള്, എലി, പേപ്പട്ടി, ഇതുങ്ങളൊക്കെ കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്ന് നമ്മൾ കണ്ടു. ഹറമിലുള്ള മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല, അത് ഹറം ആണ്, അതായത് പരിശുദ്ധമായ
സ്ഥലം ആണ്. അവിടെ ഉള്ളതൊന്നും വെട്ടാൻ പാടില്ല. ഹറം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പും, അതായത് ലോകം ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ആ സ്ഥലം പരിശുദ്ധമാണ് എന്നും അത് റസൂലിന് ശേഷവും പരിശുദ്ധമാണ് എന്നും പല ഹദീസുകളിൽ ഇതിനു മുമ്പും നമ്മൾ കണ്ടു, ഇതിലും നമ്മൾ കണ്ടു. ആ ദിവസം മക്കം ഫതഹിൻ്റെ ദിവസം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് റസൂലിന് മാത്രം അവിടെ യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നത്. വേറെ ആർക്കും അതിനു മുമ്പും അതിനുശേഷവും അവിടെ യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഇല്ല. അവിടുത്തെ മരങ്ങൾ വെട്ടാൻ പാടില്ല. ഇദ്ഖിർ എന്ന് പറയുന്ന ഒരു തരം പുല്ല് ഒഴികെ, കാരണം അത് കൊല്ലപ്പണിക്കാർ അവരെന്തോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഖബറിൽ പലകയോ എന്തെങ്കിലുമൊക്കെ വെച്ച് മൂടുമ്പോൾ മേത്തേക്ക് മണ്ണ് വീഴാതിരിക്കാൻ മയ്യത്തിൻ്റെ മേത്തേക്ക് ആ വിടവുകളിൽ വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട് എന്നും നമ്മൾ കണ്ടു. ഹറമിലുള്ള മൃഗങ്ങളെ ഓടിക്കാൻ പാടില്ല, ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അവർ വല്ല തണലത്തും കിടന്നുറങ്ങുകയാണെങ്കിൽ അവരെ ഓടിച്ചു വിട്ടിട്ട് ആ തണലിൽ പോയി ഇരിക്കുക, അങ്ങനെയുള്ളതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായവും നമ്മൾ കണ്ടു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് മരണം കാരണമായേക്കാവുന്ന സംഭവങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ അതിനെ ആ തണലിൽ നിന്ന് ഓടിച്ചു വിട്ടു, വെയിലത്ത് പോയതുകൊണ്ട് അത് മരിച്ചുപോയി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പാടില്ല. അല്ലാത്ത രീതിയിലൊന്നും ഓടിച്ചു വിട്ടു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ ഒന്നിനും ഓടിക്കാതിരിക്കുക. അവിടെ യുദ്ധം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശദമായിട്ട് കണ്ടു. മുഹ്രിം ഇഹ്റാമിലുള്ള ആൾക്ക് കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത്, അതായത് ഹിജാമ ചെയ്യാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ ഇരുന്നപ്പോൾ തലയുടെ നെറുകൻ തലയിൽ, ഉച്ചൻ തലയിൽ ഒരു കപ്പ് വെച്ചതായി അല്ലെങ്കിൽ കൊമ്പ് വെച്ചതായി ഹദീസ് കണ്ടു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇഹ്റാമിലിരിക്കുമ്പോൾ സുഗന്ധം പൂശുന്നതിനെ പറ്റി നമ്മൾ കണ്ടു. സുഗന്ധം പാടില്ല എന്നാണ് പറഞ്ഞ് പേരെടുത്ത് വർസ്, കുങ്കുമപ്പൂ, ഈ 2 സുഗന്ധങ്ങളെയാണ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ചിലപ്പോൾ അന്നുണ്ടായിരുന്ന 2 സുഗന്ധങ്ങളുടെ പേര് അല്ലെങ്കിൽ സാർവത്രികമായ സുഗന്ധങ്ങളുടെ പേര് പറഞ്ഞതായിരിക്കും. അല്ലാഹു ആലം. മുഹ്രിമിന് കുളിക്കാം, തല കഴുകാം, സംശയമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അത് സഹാബാക്കളുടെ ഇടയിലും സംശയമുണ്ടായിരുന്നു. അതിനെപ്പറ്റി സീനിയർ സഹാബാക്കൾ സംശയം തീർത്തതായി പറയുന്നു. കാലുറ ധരിക്കുന്നത്, ചെരുപ്പാണ് ഇടേണ്ടത്. കിട്ടിയില്ലെങ്കിൽ കാലുറ ധരിക്കാം. അതായത് ലെതറിൻ്റെ തുകൽ കാലുറ ഇടാവുന്നതാണ്. പക്ഷേ കണങ്കാലിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല, താഴെ മാത്രമേ നിൽക്കാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് മുറിച്ച് കളയണം. പിന്നെ ഇസാർ, അതായത് നമ്മൾ ഹജ്ജ് അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുമ്പോൾ കൊടുക്കുന്ന വെള്ളമുണ്ട് ആണുങ്ങൾ, അത് കിട്ടിയില്ലെങ്കിൽ പാൻറ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഈ ചുരിദാർ ബോട്ടം പോലത്തെ ഉള്ള ഡ്രസ്സായിരുന്നിരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് ഊഹിക്കുന്നു. അല്ലാഹു ആലം. അപ്പോൾ അതുപോലെയുള്ള ഇപ്പോൾ ഈ ആണുങ്ങൾ ഉപയോഗിക്കുന്ന കുർത്ത പൈജാമ എന്ന് പറയുന്നത് ചുരിദാർ ബോട്ടം പോലത്തെ തന്നെയാണ്. ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇസാർ കിട്ടാനില്ലെങ്കിൽ, അപ്പോൾ കാണുന്നില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, അതല്ലെങ്കിൽ അപ്പോൾ അവിടെ ഇല്ല, മേടിക്കാൻ കിട്ടുന്നില്ല, ഒരു രീതിയിലും ഇല്ലെങ്കിൽ ചെയ്യാവുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. ആയുധങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഹറമിലേക്ക്. അല്ലെങ്കിൽ മുഹരിമായിട്ടുള്ള ആളുകൾ കയ്യിൽ ആയുധങ്ങൾ പാടില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ചാൽ അതിന് ഫിദിയ കൊടുക്കണം എന്നൊരഭിപ്രായമുണ്ട്. പണ്ഡിതന്മാരുടെ ഇടയിൽ വേണ്ട എന്ന അഭിപ്രായമുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു ഫിദിയ കൊടുക്കണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കണം. ഇത് ശത്രുവിനെ ഭയക്കുന്ന ഒരു സമയത്താണ് പാടുള്ളൂ. ഇഹ്റാം കെട്ടാതെ മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് യാത്ര തിരിച്ചതെങ്കിൽ അതിൻ്റെ മീഖാത്തിൽ നിന്ന് തന്നെ ചെയ്യണം. കാരണം ഹജ്ജിൻ്റെ മീഖാത്തുകളുടെ വിശദമായി പറഞ്ഞപ്പോൾ നമ്മളത് കണ്ടു. പല മീഖാത്തുകൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് എന്നും അതിൽ വെച്ച് കെട്ടണമെന്നും. അതല്ലെങ്കിൽ ആ നിയ്യത്തോടെ അല്ല പോകുന്നതെങ്കിൽ ഇഹ്റാം കെട്ടണം എന്നില്ല. കാരണം അവിടെയുള്ള തടിവെട്ടുകാർ, വിറക് വെട്ടുകാർ, അവിടുത്തെ ലോക്കൽ ആൾക്കാർ, പണിയെടുത്ത് ജീവിക്കുന്നവർക്കൊക്കെ വരുകയും പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് നമ്മൾ കണ്ടു. ഷർട്ട് ഇട്ടുകൊണ്ട് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ, കാരണം അയാൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്ക് ഫിദിയ നിർബന്ധമാണോ? അതിന് വേണ്ട, ഫിദിയ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അറിവില്ലായ്മ അല്ലെങ്കിൽ മറവി കൊണ്ട് ഇത് സംഭവിച്ചാൽ കുഴപ്പമില്ല. ഒരു മുഹ്രിം അറഫയിൽ വെച്ച് മരിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരവിട്ടു. മറ്റൊരാൾ അതിൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കൾ ഹജ്ജ് ചെയ്തു തീർക്കണം എന്ന് ഉത്തരവ് ഇട്ടില്ല. കാരണം ആ ആൾ ഇഹ്റാമിലാണ്. ഖിയാമത്ത് നാളിലെ ആൾ ഇഹ്റാമിൽ തന്നെയായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അതൊരു വലിയ സ്ഥാനമാണ്. ഹജ്ജ് ചെയ്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നഷ്ടപ്പെടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലാഹു ആലം. പക്ഷേ ഇഹ്റാമിൽ ഇരുന്നു കൊണ്ട് മരിക്കുന്ന ആൾക്ക് വേണ്ടി ഒന്നും ചെയ്ത് പൂർത്തീകരിക്കേണ്ട കാര്യമില്ല. ഇഹ്റാമിലുള്ള ആൾ അല്ലെങ്കിൽ മുഹ്രിം മരിച്ചു പോയാൽ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടു. കുളിപ്പിക്കുക, വെള്ളം കൊണ്ടും സിദർ കൊണ്ടും. തല മൂടരുത്, അതായത് തൊപ്പി വയ്ക്കരുത്. 2 തുണിയേ പാടുള്ളൂ, ഒന്ന് മേൽമുണ്ടും ഒന്ന് അരമുണ്ടും. സുഗന്ധം പൂശരുത്, തല മൂടരുത്. കാരണം എഴുന്നേറ്റ് വരുമ്പോൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും ആൾ എഴുന്നേറ്റ് വരിക. മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യുന്നത്, കാരണം അയാൾ ചിലപ്പോൾ നേർന്നുണ്ടാവുമായിരിക്കും, അതിൽ
നിയത്ത് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ല. അത് ആണിന് പകരം പെണ്ണിന് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. യാത്രാവാഹനത്തിൻ്റെ പുറത്ത് ഇരിക്കാൻ പറ്റാത്തത്ര വയസ്സായ ഒരാൾക്ക് പകരം വേറൊരാൾക്ക് ഹജ്ജ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ വിമാനയാത്രയ്ക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾക്ക് പകരമായി ആരോഗ്യമുള്ളവർക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ്. ആണിന് പകരം പെണ്ണിന് പോയി ഹജ്ജ് ചെയ്യാം എന്ന് കണ്ടു. അതായത് വാപ്പാക്ക് പകരം മകള്. കുട്ടികൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു, സ്ത്രീകൾ ഹജ്ജ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ റസൂൽ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമാണ്. 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ. പല നിയമങ്ങളും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ യുദ്ധസമയങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിപ്പോയ സഹാബാക്കൾക്കാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയുക. അപ്പോൾ ഇതിലുള്ള ഒന്ന്, സ്ത്രീകൾ 2 ദിവസത്തിൽ കൂടുതൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മഹ്റം ഇല്ലാതെ യാത്ര ചെയ്യരുത്. 2 ദിവസങ്ങളിൽ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ല. സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും നിസ്കരിക്കാൻ പാടില്ല. സൂര്യ ഉദയം വരെയോ അല്ലെങ്കിൽ സൂര്യാസ്തമയം വരെയോ. 3 പള്ളികളിലേക്കല്ലാതെ യാത്ര ചെയ്യാനേ പാടില്ല. വേറെ ഒരു പള്ളിയിലേക്കും യാത്ര ചെയ്യാൻ പാടില്ല. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ നമ്മൾ കണ്ടു. കാൽനടയായി കാബയിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള നിയമം ആരോഗ്യമുള്ളവർക്ക് ആവാം, ആരോഗ്യമില്ലാത്തവർ ആവശ്യമില്ലാത്ത വയ്യാവേലി തലയിലെടുത്ത് വയ്ക്കരുത് എന്ന് നമ്മൾ കണ്ടു. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.